ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പം അങ്ങ് വന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പോൾ വൈകൊണ്ടുള്ള ബ്രെഡിൽ അവക്കാടയും ഹണിയൊക്കെ വെച്ച് എൻ്റെ എണ്ണ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. പിന്നെ ഒരു പരിപ്പ് കറി ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ചെമ്മീൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായല്ലോ, അതൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെച്ചു. എന്നിട്ട് മസാല പുരട്ടി അത് വറക്കാം. വാവട്ടിക്ക് മനസ്സിനതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ തുടങ്ങിയാലോ ഇന്നത്തെ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു IJK ഫാമിലി. ഞാൻ തന്നെ എൻ്റെ വീടിനുള്ള ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോണേ. അതിന് ഒരു അവക്കാടോ ഉണ്ട്, കുറച്ച് ഹണിയുണ്ട്. അവക്കാടോ മുറിക്കാം. അവക്കാടോയുടെ കുരുവാണ് തെറിച്ചു പോയത്. പെട്ടെന്ന് ക്യാമറ ഓഫായി പോയ പോലെ തോന്നി, അതാ ഒന്ന് തൊട്ട് നോക്കിയത്. ഞാനിത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ട് ഇതിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉടച്ചു കൊടുക്കും. നല്ല പഴുത്ത അവക്കാടോ കേട്ടത്. പൊന്നസിനാണോ അവക്കാടയും ഹണിയും കൂടിയിട്ടുള്ളത്? ഉടച്ചു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നേഴ്സായിട്ട് വരുമ്പോ തന്നെ കുളിച്ചില്ലേ, ഡ്രസ്സ് മാറിയില്ലെന്ന് ചോദിക്കണ്ട കേട്ടോ. ഞാൻ കൈ മുഖമൊക്കെ കഴുകി പണിയൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാം. അത് തേച്ചു. ഒരു സൈഡ് ഫുൾ അവക്കാടോ തേച്ചു കേട്ടോ. മറ്റേ സൈഡിൽ ഹണി കുറച്ച് ഇടാറുള്ളൂ, ജസ്റ്റ് ഒരു ടേസ്റ്റ്. അതിന് ഫോർക്ക് തന്നെ എടുക്കണം കേട്ടോ, ഈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതും ഫോർക്ക് കൊണ്ട് തന്നെ ചെയ്യണേ. ഈ ഹണി കണ്ടോ, നല്ല കട്ട ഹണിയാണ്. അപ്പം ഒരെണ്ണം സെറ്റ്. നമുക്ക് അടുത്ത് ഉണ്ടാക്കാം. ഞാൻ ഇടയ്ക്ക് പുറത്തോട്ട് നോക്കുന്നുണ്ട്, എൻ്റെ ഇടം വരുന്നുണ്ടോ നല്ല. വരുമ്പോഴേക്കും സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്പൂണൊന്നും എടുക്കാം, അത് ഓൾറെഡി നമ്മൾ ഉടച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിന് ബാക്കി വരുന്നില്ല. റെഡി. അത് റെഡിയായി. ഇനി അപ്പുറത്തെ സൈഡിൽ വീണ്ടും അതുപോലെ തന്നെ ഹണി തേക്കാം. റെഡി, ഡൺ. അങ്ങനെ അത് സെറ്റാക്കിയതിന് ശേഷം നോക്കിയപ്പം സിങ്ക് ഒരു നിറഞ്ഞു. നേരത്തെ കഴിച്ച ചായയുടെ ഗ്ലാസ്സും സ്മൂത്തിയുടെ പാത്രവും അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് കൊണ്ടുപോയ ചോറിൻ്റെ പാത്രം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത് പാത്രം കഴുകി വെച്ചിരിക്കുന്ന ട്രേ ഒരു നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ബാക്കി നമ്മുടെ കഴുകൽ വീണ്ടും തുടങ്ങാമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം പറക്കി വെച്ചു. എന്നിട്ടാണ് വീണ്ടും കഴുകൽ തുടങ്ങിയത്. അതിനിടയ്ക്ക് മമ്മിയുടെ ഫോൺ വന്നു. ഫോൺ വരില്ല, മമ്മീനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് മമ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഓരോ വിശേഷങ്ങൾ പറയായിരുന്നു. പപ്പേനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങളും പപ്പ എന്താ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മിയോട് സംസാരിക്കാം. അപ്പോൾ സംസാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ നടക്കും. അപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. പിള്ളേർ അവിടെ എന്തോ ടി വിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അവരെയും ഞാൻ ഡിസ്റ്റർബ് ചെയ്യാണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുവിധം പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത പണി കുറച്ച് പരിപ്പ് വേവിക്കാൻ വെക്കാം.
പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഇച്ചിരി ഉപ്പിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് വെച്ചിട്ട് ഒരു വിസിലടിച്ചു. പിന്നെ ചെമ്മീനൊക്കെ ഒന്ന് പുരട്ടി വെച്ചു. എനിക്ക് കുറച്ച് വൃത്തിപ്പാന്നുള്ള കാരണം കൊണ്ട് ഞാൻ എല്ലാ ദിവസവും വേക്കം പിടിക്കും. ജസ്റ്റ് നമ്മുടെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് പോകും. അപ്പോൾ ഓൾറെഡി ക്ലീൻ ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റൂം നോക്കി, ഇത് ഓൾറെഡി ക്ലീൻ ആണ്. ഇതിലൊന്നും ഇല്ല ചെയ്യാനായിട്ട്. ഇത് പൊന്നൂസിൻ്റെ റൂമാണ്. അന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലോഗ് നിങ്ങൾ കണ്ടില്ലേ, ഞാനും അവിടെ പൊന്നൂസും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടായിരുന്നു. ഇത് ഞങ്ങളുടെ റൂമാണ്. ഇവിടെ ഓൺലി ഇത് കുറച്ചൊരു ഡ്രസ്സ് മാത്രമേ തൂക്കിയുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇവിടെ മാവട്ടിയുടെ റൂമാണ് കുറച്ചൊരു മെസ്സി ആയിട്ടിരിക്കുന്നത്. അത് നമുക്ക് ഡ്രസ്സ് മടക്കാനുണ്ടായിരുന്നു. അപ്പം അത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. വേറെ ഈ റൂം ഓക്കെയാണ്. പക്ഷെ എങ്കിലും എനിക്ക് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വേക്കം പിടിച്ചു പോകും. അപ്പം നമുക്കിങ്ങനെ കറണ്ടിൽ കുത്തിയിട്ട് അതങ്ങനെ കോഡ്ലെസ് ആണ്. അപ്പം ഈസി നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് വേക്കം പിടിക്കാം. അപ്പം അതാണ് എൻ്റെ അടുത്ത പരിപാടി. ഇനി പരിപ്പ് കാച്ചാനായിട്ട് ഞാൻ 2 സബോള എടുത്തിട്ടുണ്ട്. സബോള നന്നായിട്ട് കുരുകുരുന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വാങ്ങിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് പരിപ്പ് കാച്ചാൻ വേണ്ടി ഞാൻ എടുക്കുന്നത്. സബോളയൊക്കെ നന്നാക്കുന്ന നേരത്തെ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മാവട്ടിയുടെ അടുത്ത് മനസ്സിലെടുത്തും മമ്മിയുടെ അടുത്ത് ഫോൺ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ചെവിയിലത്തെ ഹെഡ്സെറ്റ് മാറ്റാൻ മറന്നുപോയി. അപ്പോൾ അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് എന്തൊക്കെയോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പാത്രം എടുത്ത് ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കറി കാച്ചാൻ പോവാണ്. അപ്പോൾ സബോള നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് വാവട്ടി എന്തൊക്കെയോ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൻ എന്താ തപ്പി നടക്കണേന്ന് മനസ്സിലാവുന്നില്ല. അപ്പം സബോള ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, കറിവേപ്പില ഒരു തണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതും ഇടുന്നുണ്ട് അതിനകത്തോട്ട്. അങ്ങനെ നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വാവട്ടി അവൻ തൈര് കഴിക്കാൻ പോകാൻ തോന്നുന്നു. അപ്പം അല്ല, ചോറുണ്ണാനാണ് പോണത്. ആ ഉപ്പെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ്റെ കൈ മറയണ കണ്ടപ്പം ഞാൻ പറഞ്ഞു, എടാ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൈ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്ന് മറിഞ്ഞു എന്ന് പറയാനതാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും നേരത്തെ എല്ലാം മാറ്റി വെച്ചായിരുന്നു. വീണ്ടും പാത്രം വെക്കുന്ന ട്രേ നിറഞ്ഞു. അപ്പം വെള്ളമൊക്കെ ഒന്ന് വാർന്നു കഴിഞ്ഞപ്പം എല്ലാം ഞാനെടുത്ത് അതിൻ്റെ സ്ഥലത്തേക്ക് എടുത്ത് വെക്കാം. എന്തോരം പാത്രം കഴിയാലും തീരില്ല. ഒരു ദിവസം ഒരു കറിയോ 2 കറിയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പാത്രങ്ങൾ ഇങ്ങനെ വന്നു നിറയും. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ വെറുതെ പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കി. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര തണുപ്പാണ്. പെട്ടെന്ന് അങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞു പോയി. കുറച്ച് ദിവസം മുന്നേ വരെ നല്ല ചൂടായിരുന്നു. അതിനിടയ്ക്ക് 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്തു. ഇപ്പോൾ 2 ദിവസമായിട്ട് 7 ഡിഗ്രി 9 ഡിഗ്രി അങ്ങനെയൊക്കെയാണ്. പെട്ടെന്ന് തണുത്തു. അങ്ങനെ കറി കാശി കഴിഞ്ഞ ശേഷം അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചു. അപ്പോൾ മല്ലിയിലയാണ് ഞാൻ അടുത്തത് കട്ട് ചെയ്തിടാൻ പോണത്. മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇവിടെ സാമ്പാർ വെക്കുമ്പോഴായാലും എന്ത് കറി വെക്കുകയാണെങ്കിലും മല്ലിയില ഞാൻ കുറേ ഇടും. പിന്നെ അതിങ്ങനെ കത്രിക വെച്ച് ഇങ്ങനെ മുറിച്ച് ഇടാണ്. പിള്ളേർക്ക് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല മല്ലിയില. പക്ഷെ ഇപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായി. മാവട്ടി ചോറിനുള്ളതാണ് അവിടെ ഇരുന്നിട്ട്. അതിനിടയ്ക്ക് മൊബൈലും വെച്ചിട്ടുണ്ട്. അങ്ങനെ പരിപ്പിൻ്റെ പരിപാടി ഒരു വിധം തീർന്നു. അത് ഇനി ആ വെന്ത പരിപ്പ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കൂട്ടാൻ റെഡി. അതിനിടയ്ക്ക് ഞാൻ അവിടെ ഇരുന്നായിരുന്നു പാത്രങ്ങൾ വീണ്ടും കഴുകി വയ്ക്കുന്നുണ്ട്. ആദ്യംപുറം നന്നായിട്ട് തുടച്ചിടുന്നുണ്ട്. എൻ്റെ വർത്താനം മാത്രം നിന്നിട്ടില്ല, കണ്ടിന്യൂസ് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ സ്പീഡിൽ കാണുമ്പോൾ ഞാൻ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നണല്ലേ. അങ്ങനെ ഇനി അടുത്ത പരിപാടി നമ്മുടെ ചെമ്മീൻ വറുക്കുക എന്നുള്ളതാണ്. ചെമ്മീൻ ഓൾറെഡി ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടാണ് ഞാൻ പുരട്ടി വെച്ചത്. അപ്പം
ഇങ്ങനെ വറുക്കാനുള്ളതൊക്കെ ഞാൻ കനോല ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് വറുക്കുക. അപ്പോൾ അതും ഞാൻ ഇതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ റൈസ് ബ്രാൻ ഓയിൽ അതുപോലെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വറുക്കാനുള്ള ഈ ഓയിലും കുപ്പിയിലാക്കി വെച്ചു. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെയൊക്കെ പതുക്കെ അതിനകത്തോട്ട് പറക്കി വയ്ക്കാം. ഞാൻ എണ്ണിയാണ് വറക്കണത്. ഞാനപ്പോൾ വാവട്ടിയോട് പറയുമായിരുന്നു 15 ചെമ്മീനുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ചെമ്മീനിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് കാരണം കൊണ്ട് ഓരോരുത്തരും എണ്ണിയൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമം. ഞാനും രണ്ടും സാധാരണ കഴിക്കാറില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം കൊണ്ട് തന്നെ ഞങ്ങളത് പിള്ളേർക്ക് തന്നെ കൊടുക്കാറുണ്ട്. പരിപ്പ് കറി അവിടെ ഒരു സൈഡിൽ ശരിയായി. ചെമ്മീൻ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വറക്കണത്. ഞാൻ എപ്പോഴും ചെമ്മീൻ വറക്കണതിന് മുന്നേ കുക്കറിൽ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു വിസിലടുപ്പിക്കും. അല്ലെങ്കിൽ എനിക്ക് ചെമ്മീൻ നന്നായിട്ട് ഉള്ളി വേവാത്ത പോലെ തോന്നും. എന്നിട്ടാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് പുരട്ടി വെക്കണത്. അപ്പം പരിപ്പ് കറി റെഡി. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ്ങും കഴിഞ്ഞു. ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഞങ്ങളുടെ ഡിന്നറും കഴിഞ്ഞു. അങ്ങനെ ഇതെല്ലാം ക്ലീൻ ചെയ്തു. ഇനി പോയിട്ടൊരു കുളി പാസ്സാക്കണം. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അങ്ങ് തീരും. നമുക്ക് മോളിൽ പോയി നോക്കാം മാവട്ടി മനസ്സ് എന്താ ചെയ്യണേന്ന് കേട്ടോ. ഞാൻ കുറച്ച് മുകളിലോട്ട് പോകണമെങ്കിൽ മിക്കവാറും കളിക്കുകയായിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മോണോപ്പൊളി നല്ല ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ നോക്കി വെക്കാം അവരെന്താ ചെസ്സാണോ മോണോപ്പൊളിയാണ് കളിക്കുന്നത്. യെസ്, മോണോപ്പൊളി. കൊനസപ്പെട്ടാണത് അമ്മച്ചി കൊടുത്തുവിട്ട പനിയനാട്ടോ. ആര് ജയിച്ചേ? തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി. ഇന്ന് ഞാൻ തലയും കുളിച്ചായിരുന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് തണുപ്പുണ്ട് എങ്കിലും മുന്നത്തെ ഒരു ചുരിദാർ എടുത്തിട്ടു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണും വരെ എല്ലാവർക്കും ബൈ.